കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളും ഓഫറുകളും ലഭ്യമാക്കാനായി തവനൂർ അയങ്കലം സെൻട്രൽ പ്ലാസയിൽ കേരള വിഷന്റെ ക്ലസ്റ്റർ ഓഫീസ് വൈസ് എന്റർപ്രൈനേഴ്സ് LLP പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. തവനൂർ കാലടി പഞ്ചായത്തുകളിലുള്ളവർക്ക് മേഖലയിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ വിഷു കൈനീട്ടം. പുതിയ സേവനങ്ങളും മെച്ചപ്പെട്ട ഓഫറുകളും ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനായി തവനൂർ അയങ്കലം സെൻട്രൽ പ്ലാസയിൽ കേരള വിഷൻ ക്ലസ്റ്റർ ഓഫീസ് വൈസ് എന്റർപ്രൈനേഴ്സ് LLP വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഈ എടപ്പാൾ മേഖലയിൽ ആദ്യത്തെ ക്ലസ്റ്റർ സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയായിട്ടുള്ള TMC എന്ന കമ്പനിയുടെ 4ാമത്തെ ക്ലസ്റ്ററാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം മുന്നോട്ട് വന്നത്. ഒരുപാട് അവഗണനകൾ നേരിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ മറികടന്നത് ഈ കൂട്ടായ്മയുടെ കരുത്തിലും COA എന്ന പ്രസ്ഥാനത്തിൻ്റെ സംഘടനത്തിലുമാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഇന്നലെകളിൽ നമ്മൾ മത്സരിച്ചിരുന്നത് ഈ കേരളത്തിലെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യവസായ കമ്പനിയായിട്ടുള്ള ACV എന്ന പ്രസ്ഥാനത്തോടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ തന്നെ ഭീമനായിട്ടുള്ള, ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനിയായിട്ടുള്ള ജിയോ എന്ന പ്രസ്ഥാനത്തോടാണ്. അത്തരം പ്രസ്ഥാനങ്ങളോട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ ഈ പരമ്പരാഗത രീതി പോരാ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കൂടി പ്രൊഫഷണലായിട്ട് നമ്മൾ ഈ ഓഫീസ് സംവിധാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി പോകുന്നത്. ചെയർമാൻ MK സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ന്യൂസ് മലയാളം 24/7 MD അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. വൈഡ് ഇന്റർനെറ്റിൽ കേരളത്തിൽ വേണ്ടത്ര കൺസ്യൂമർ ഇല്ല. കേരള ആവശ്യത്തിൽ 12 ലക്ഷത്തിലധികം കൺസ്യൂമർ. അത് അവർ നൽകുന്നതിനേക്കാൾ നല്ല സേവനവും അതിനേക്കാൾ തൊട്ടറിഞ്ഞുകൊണ്ട്, ഉപഭോക്താവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് കേരള ആവശ്യത്തിന് നൽകാൻ കഴിയുന്നതുകൊണ്ടാണ്. സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷം വീടുകളിൽ കേരള ആവശ്യത്തിൻ്റെ ഈ പ്രാദേശിക കേബിൾ TV-കാരുടെ കേബിൾ എത്തുന്നുണ്ട്. അത് മുമ്പ് ഡിജിറ്റൽ കേബിൾ TV ആയിരുന്നു, പിന്നെ ഡിജിറ്റൽ കേബിൾ TV ആയി, ഇപ്പോൾ ഇൻ്റർനെറ്റായി. അങ്ങനെ വ്യത്യസ്തമായ സേവനങ്ങൾ അവർക്ക് തൊട്ടറിയാവുന്ന, അവർക്ക് പേര് നോക്കി വിളിക്കാൻ കഴിയുന്ന ഓപ്പറേറ്ററായി കേരള ആവശ്യം മാറി. അപ്പോൾ തീർച്ചയായും ഈ രാജ്യത്തെ ഉപഭോക്താക്കളാണ് കേരള വിഷനെ വളർത്തിയത്. അതുകൊണ്ട് അവർക്ക് ചുരുങ്ങിയ നിരക്കിൽ ഡിജിറ്റലായാലും ഇൻ്റർനെറ്റ് ആയാലും ലഭ്യമാകും. കേരള വിഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ നിരക്ക് എത്രയോ 10 മടങ്ങ് വലുതാകുമായിരുന്നു. തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ, BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം KU ഉണ്ണികൃഷ്ണൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം P രഘുനാഥ്, COA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ, COA ജില്ലാ സെക്രട്ടറി സാജിത്ത്, COA മേഖലാ പ്രസിഡന്റ് വിനോദ്, K രത്നരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എടപ്പാൾ മേഖലയിലെ ആദ്യത്തെ ക്ലസ്റ്റർ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലസ്റ്റർ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടി? അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ഓപ്പറേറ്റർക്ക് എന്താണ് ഗുണം? അതുപോലെ തന്നെ
അതിൻ്റെ ഭാഗമാകുന്ന കൺസ്യൂമേഴ്സിന് എന്താണ് ഗുണമെന്നതിനെ സംബന്ധിച്ചുമൊക്കെ എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകളുടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും കേരളത്തിൽ ഈ കേരള മിഷൻ എന്ന സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന COE എന്ന പ്രസ്ഥാനം ഈ സാധാരണക്കാരായ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നേടിക്കൊടുത്തു എന്ന ഒരു മറുചോദ്യവും ഇപ്പുറത്തുണ്ട്. ഞങ്ങളുടെ വളർച്ചയ്ക്ക് സാധാരണക്കാരായ ജനങ്ങൾ നന്ദി ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പുതിയ കണക്ഷൻ എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുത്ത് എല്ലാ മാസവും വൈഫൈ CC ക്യാമറകൾ സമ്മാനമായി നൽകും. NCV ന്യൂസ് തവനൂർ.